സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മുടെ വേടനെ പറ്റി പറയാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കണ്ടതാണ് ഒരു വീഡിയോ. ക്ലബ് FM-ൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ സ്റ്റാർ ജാം ക്ലബ് FM പോഡ്കാസ്റ്റ് അതിൽ അവർ പോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ വേടൻ എങ്ങനെയാണ് ഈ പാട്ടുകളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ വേടൻ്റെ ഈ വരികൾ എവിടെ നിന്നാണ് വേടന് കിട്ടുന്നത്, കോപ്പി അടിക്കുന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം വേടൻ കൊടുക്കുന്ന മറുപടിയുണ്ട്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് വേടൻ്റെ പാട്ടുകൾ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടതാണ് വേടൻ്റെ പാട്ടുകൾ ആരാണ് ഈ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ വേടൻ്റെ പാട്ടുകളെ ആരാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള RSSൻ്റെ BJPയുടെയൊക്കെ ചോദ്യങ്ങളിൽ അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഉത്തരങ്ങൾ അത് ഫോളോ ചെയ്യുന്നത് 2K കിഡ്സ് ആണ്. അതേപോലെ തന്നെ ഈ കഞ്ചാവോളികളാണ് വേടനെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ മുൻപേ നമ്മൾ കണ്ടതാണ് അതൊക്കെ. അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് എപ്പോഴും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നു അല്ലെങ്കിൽ BJPക്കെതിരെ സംസാരിക്കുന്നുള്ള രീതിയിൽ പല ആളുകളും വരും. സംസാരിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും, നല്ലത് ചെയ്തിട്ടുണ്ട് നല്ലതെന്ന് പറയും. പക്ഷേ എന്തോ ഒരു ഇതിൽ ഇവർ BJP എന്ന് പറയുന്ന പാർട്ടി നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയും പറയുന്നത് നല്ല കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്താലായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വേടൻ്റെ വിഷയം, വേടൻ 2 മാസത്തേക്ക് ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞായിരുന്നു. വേടൻ തന്നെ ഒരു മീഡിയയ്ക്ക് മുൻപ് വന്നപ്പോൾ അത് പറയുകയുണ്ടായി, ഈ ഇനോഗ്രേഷൻ വന്ന സമയത്ത് പറയുകയുണ്ടായി. അപ്പോൾ വേടനെ ഈ പറയുന്ന ക്ലബ് FM-കാർ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് വേടൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലെല്ലാം വേടൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം വേടൻ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായിട്ടാണ് മുന്നിലേക്ക് നിൽക്കുന്നത്, അല്ലേ? നിശബ്ദരാക്കപ്പെട്ടവരുടെ രാഷ്ട്രീയവും നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദവും അതേപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടാത്ത ആളുകൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാനായിട്ട് പ്രയത്നിക്കുന്ന ഒരു പൗരൻ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എല്ലാ രീതിയിലും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് വേടനെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വേടനെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടോ അല്ല വേടൻ എന്ന് പറയുന്ന വ്യക്തി നിലകൊള്ളുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ വേടൻ മനുഷ്യന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ആ മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കെതിരെയാണ് വേടൻ നിലകൊള്ളുന്നത്. ആ വിഷമങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേടൻ നിലകൊള്ളുന്നത്. ഈ പറയുന്ന ഭരണകൂടങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളിൽ പതിച്ച ശക്തിയായിട്ടുള്ള ഒരു പ്രഹരമാണ്, ആ പ്രഹരത്തിൻ്റെ പേരാണ് വേടൻ എന്നുള്ളത്. ആ വേടൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ ഈ പറയുന്ന പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്നതും അതേപോലെ തന്നെ മുന്നോക്കം നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആളുകൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള വിഷമങ്ങൾ അതവൻ കവിതകളിൽ കൂടി ആവിഷ്കരിക്കുകയാണ്. അത് ആവിഷ്കരിച്ചപ്പോൾ അവനെ അറിയാവുന്ന ആ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവനെ ഒരു പ്രതിനിധിയായിട്ട് കണ്ടു. അത് അനുഭവിക്കാത്ത ഉന്നത കുലരെന്ന് സ്വയമേ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ അവരിവനെ ഒരു പ്രതിയായിട്ട് കണ്ടു. വ്യത്യാസം എന്താണ്? ഈ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ ഇവനെ ഒരു പ്രതിനിധിയായിട്ട് കണ്ടപ്പോൾ അവിടെ നിധി എന്നുള്ളൊരു സാധനം മാറ്റിയിട്ട് മറ്റുള്ളവർ ഇവനെ പ്രതിയാക്കി കണ്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? അതായത് രാജ്യദ്രോഹി, ജിഹാദി, LTT വിഭാഗത്തിൽപ്പെട്ടവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങും ഇങ്ങുമൊക്കെ ഉള്ള ആളുകൾ ഇവനെപ്പറ്റി കുറ്റം പറയാനായിട്ട് മുന്നിലേക്ക് വന്നു. ഇവനെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് ആർക്കൊന്നും തോന്നരുത്, വേടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് അത്രയേറെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ വേടൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള, നമ്മുടെ എല്ലാവരുടെയും മുത്തായിട്ടുള്ള അദ്ദേഹത്തിനെ പറ്റി കുറേ അപഖ്യാതികൾ പറഞ്ഞുകൊണ്ട്, കുറേ അപരാധങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്നു. ആ വന്ന ആളുകൾ ഇപ്പോൾ എവിടെ പോയി? അതായത് ആട് പോയിടത്ത് പൂട പോലും ഇല്ല, അല്ലെങ്കിൽ ആട് ഓടിയെടുത്ത് പുല്ല് പോലും മുളയ്ക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ വിവാദങ്ങളും പരാമർശങ്ങളുമായിട്ട് വന്ന ശശികലയും അതേപോലെ തന്നെ NR മധുവും പിന്നെ നമ്മുടെ മിനി കൃഷ്ണകുമാറിൻ്റെ വൈഫും മിനിയും ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും നമ്മൾ പിന്നെ ഒരു വഴിക്കും കണ്ടിട്ടില്ല. നമ്മളെല്ലാം വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ചാനലിൽ ആ വീഡിയോ എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്ന ആളുകൾ അവസാനം ഈ പറയുന്ന വാലും ചുരുട്ടി മാളത്തിലേക്ക് കയറി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതും നമ്മൾ കണ്ടതാണ്. സത്യം പറയുന്നവനെ നിശബ്ദരാക്കാൻ നോക്കുമ്പോൾ എതിർക്കുന്നവൻ്റെ കയ്യിൽ വിലങ്ങണിയിക്കാൻ നോക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ വേടൻ സംസാരിച്ചപ്പോൾ പൊള്ളിയ ആളുകൾ തന്നെയാണ് വേടനെതിരെ സംസാരിക്കാനായിട്ടും വേടനെ ഈ പറയുന്ന രീതിയിലേക്ക് വരച്ച് കാണിക്കാനായിട്ടും വന്നത്. പക്ഷേ കേരളത്തിൽ ഇവരുടെ ഈ പറയുന്ന തന്തയില്ലായ്മ വില പോവില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയും എല്ലാവരും വാലും ചുരുട്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം തന്നെ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇനി ആരും വേടനെതിരെ ഈ പറയുന്ന പരാമർശങ്ങളുമായിട്ട് മുന്നിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അജണ്ടയും വെക്കുകയുണ്ടായി. അതിനുശേഷം വിവാദങ്ങൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു. പിന്നീട് ഒന്നും പറയാനില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ള പേടികൊണ്ട് പലരും നിർത്തി പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ ആർക്കൊപ്പമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ട്. എന്തായാലും BJP എന്ന് പറയുന്ന വർഗീയത മുന്നിലേക്ക് വെക്കുന്ന പാർട്ടിക്ക് ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടാകും. BJPക്ക് മാത്രമല്ല, കേരളത്തിലുള്ള ഭരണകൂടങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളിൽ ഞാൻ പറഞ്ഞു, അത് ഭരണകൂടങ്ങളുടെയാണ്. അതായത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഭരണകൂടങ്ങളെന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ മാത്രമായിട്ട് വെച്ച് പറഞ്ഞല്ല, അവർക്കെല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നൊരു പണിയാണ് വേടൻ മുന്നിലേക്ക് വെക്കുന്നത്. അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും കൊള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വേടൻ മുന്നിലേക്ക് വെക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നതെന്ന് മനസ്സിലാവുമ്പോഴാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ജിഹാദി, രാജ്യദ്രോഹി എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശം നടത്തിയ വേടനെ ഒരുമാതിരി മറ്റേ രീതിയിലേക്ക് വരച്ച് കാണിക്കാനായിട്ട് ശ്രമിച്ച ആളുകൾ പറയുന്നത് കേൾക്കാതെ
ആ വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും അല്ലെങ്കിൽ ആ വേടന്റെ വാക്കുകൾ ആർക്കു വേണ്ടിയാണെന്നുള്ളതും അതുമല്ലെങ്കിൽ എന്തുകൊണ്ട് വേടന്റെ വരികൾ മറ്റുള്ളവർ സ്വീകരിക്കുന്നു, എന്തുകൊണ്ട് വേടന്റെ വരികൾ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് വേടന്റെ വായിൽ നിന്ന് തന്നെ വരുന്ന മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. മറ്റുള്ളവർ പറയുന്ന വർഗീയവാദികൾ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് വേടനെ ഇത്രയും ആളുകൾ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ആ വേടൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. വണക്കം വേടാ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് അടങ്ങണ കാട്ടു തീയാത്ത അടങ്ങണോ വിഴുന്തി ഇടത്തേക്ക് ഒരു 100 വർഷത്തേക്ക് പുള്ളു പൂണ്ടു കൂടെ മുളക്കി കൂടാതെ. എന്തായിരിക്കും നാട്ടുകാരെല്ലാരും വേടന്റെ പാട്ട് കേൾക്കാൻ വരാൻ കാരണം? ചിലപ്പോ ഞാനൊരു മോശമില്ലാത്ത പാട്ടുകാരനായിരിക്കാം. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, സ്കൂളിൽ മര്യാദ പഠിക്കാൻ പറ്റില്ല. ഞാൻ പാട്ട് പഠിക്കാൻ പോണു. പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെ ഓടി. ഞാനൊരു ഏറമന്റെ ഒരു പാട്ടിൽ നിന്ന് കോപ്പി അടിച്ചാണ്. വണക്കം ബ്രോ. എന്തായിരിക്കും നാട്ടുകാരെല്ലാരും വേടന്റെ പാട്ട് കേൾക്കാൻ വരാൻ കാരണം? തോന്നുന്നു ഇത് റാപ്പ് ഒരു പുതിയ തലമുറ സംഗീതമാണല്ലോ. പക്ഷെ അത് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇപ്പോഴാണ് എത്തുന്നത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റും പിന്നെ നമ്മൾ പാടുന്നതും പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. പിന്നെ ചിലപ്പോൾ ഞാനൊരു മോശമില്ലാത്ത പാട്ടുകാരനായിരിക്കാം. അതായിരിക്കും. വേടന്റെ ഈ വരികൾ എവിടുന്ന വരുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത്. എവിടുന്ന് ഈ വരികൾ വരുന്നത്? ഞാൻ ചെറുതായിട്ട് വായിക്കുകയൊക്കെ ചെയ്യും. വായനയിൽ നിന്നായിരിക്കണം വരികളൊക്കെ വരുന്നത്. എനിക്ക് മലയാളം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വായനയിൽ നിന്നായിരിക്കണം. ഇപ്പൊ എന്താ വായിച്ചോണ്ടിരിക്കുന്നത്? സാറാ ജോസഫ് മാമിന്റെ ബുദ്ധിനി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അതെനിക്ക് പുള്ളിക്കാരി എന്നെ ഈ അടുത്ത് കാണാൻ വന്നു. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇന്റർവ്യൂ. ആ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ആ വ്യക്തിയുടെ അടുത്ത് ചോദിക്കുന്ന നിലവാരമുള്ള ചോദ്യങ്ങളാണ്. കേരളത്തിലെ ഓരോ ജനങ്ങളും ഈ വേടനെ പറ്റി കുറ്റം പറഞ്ഞ ആളുകൾക്ക് കൊടുക്കാനായിട്ട് മറുപടി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതിനുള്ള മറുപടി വേടന്റെ വായിൽ നിന്ന് തന്നെ വേടൻ പറയുന്നുമുണ്ട്. എവിടെയൊക്കെ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കണമെന്നുള്ളത് അളന്നും കുറിച്ചും വേടന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. എന്തുകൊണ്ടാണ് വേടൻ ഈ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്യുന്ന, ഒരു തേങ്ങയും അറിയാത്ത ഏതെങ്കിലുമൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്ന നായിൻ്റെ മക്കൾ കുറേ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ. അപ്പോൾ അങ്ങനെ നടത്തുന്നത് കൊണ്ട് അവരുടെ കയ്യിലേക്ക് ഒരു ഇറച്ചി കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഈച്ച പൊതിയുന്നത് പോലെ പൊതിയുമല്ലോ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് വേടൻ ആ കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു കള്ളം ചെയ്യാത്ത അല്ലെങ്കിൽ തെറ്റിയാത്തൊരു വ്യക്തി ആരെയാണ് പേടിക്കേണ്ടത്? അവൻ ആരെ പേടിക്കേണ്ട ആവശ്യമുണ്ട്? കേരളത്തിലെ ജനങ്ങൾ മുഴുവനും അവനൊപ്പം ഉണ്ട്. അങ്ങനെയുള്ള ആ വേടന് അഹങ്കരിക്കാൻ അങ്ങേയറ്റത്തെ അവകാശവുമുണ്ട്. അതേപോലെ തന്നെ അതിനുള്ള എല്ലാ ചാൻസും ഉണ്ട്, അവസരങ്ങളും ഉണ്ട്. പക്ഷേ വേടൻ അവിടെ ഒന്നും അഹങ്കരിക്കുന്നില്ല. വേടൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ, വേടൻ ഇന്നും അനുഭവിക്കുന്ന വിഷമങ്ങൾ എല്ലാം അവൻ്റെ ഉള്ളിലുണ്ട്. ആ വിഷമമെല്ലാം ആ വേടൻ പറയുന്ന ഓരോ കാര്യങ്ങളിലും വേടന്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വേടനെ മനസ്സിലാക്കുന്ന, വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇതും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അല്ലാതെ RSSന്റെ അടിമകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ വേടൻ പിന്നീട് മുന്നോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. വേടൻ ഒരുപാട് ബുക്ക് വായിക്കുന്ന ആളാണ്. ഈ ആവിഷ്കരിക്കുന്ന രീതികളെല്ലാം ബുക്ക് വായിച്ചതിൽ കൂടിയാണെങ്കിലും ഇതിനെല്ലാം ജന്മം കൊണ്ടത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വേടൻ വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് വേടന്റെ മുന്നിൽ വേടൻ കണ്ട കാര്യങ്ങളാണ്. നേർക്കാഴ്ചകളുടെ സ്ഫുരണങ്ങളാണ് വേടൻ ആവിഷ്കരിക്കുന്നത്. ആ ആവിഷ്കരിക്കുമ്പോൾ ആ ആവിഷ്കരിക്കുന്ന കാര്യങ്ങൾ ഉള്ളതാണോ എന്ന് മനസ്സിലാക്കാതെ ആ ആവിഷ്കരിക്കുന്ന വ്യക്തിയെ അവനെ ഒരുമാതിരി ഒരു തെറ്റുകാരനാക്കിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ മുൻപെല്ലാം കണ്ടത്. പക്ഷെ അതധികം വില പോകില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ആളുകൾ ഇപ്പോൾ പുറകിലേക്ക് മാറി ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ ശക്തി ആർജിച്ചുകൊണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായിട്ട് മുന്നിലേക്ക് വരാനാണോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം അങ്ങനത്തെ ആളുകളാണല്ലോ, എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്. അപ്പോൾ ഇവന്മാർ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ അക്രമം അഴിച്ചുവിടുന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇനി ഒതുങ്ങിയിരിക്കുന്നതായിരിക്കാം, ഒരു പക്ഷേ കിട്ടിയതുകൊണ്ട് മാറിയിരിക്കുന്നതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വേടനെതിരെയുള്ളൊരു പണി ഇനി എന്തായാലും വരുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. കാരണം EDയെ പറ്റി പറഞ്ഞ അന്ന് മുതൽ വേടനെതിരെ തുടങ്ങിയതാണ് BJPയുടെ ഈ കളി. ആ കളി BJPയുടെ ആണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ കേരള സർക്കാരിനെയും അതേപോലെ തന്നെ UDFനെയും ഒക്കെ വെച്ചുകൊണ്ട് ഇവർ നല്ല രീതിയിൽ കളിപ്പിച്ചു. പക്ഷേ ആ കേസ് UDFനും അതേപോലെ തന്നെ കേരള ഗവൺമെന്റിനും മനസ്സിലായി ഇതിങ്ങനെയല്ല സംഭവം, ഇതിൽ എന്തൊക്കെയോ വേറെ കളികളുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർ രണ്ട് കരങ്ങളും ചേർത്ത് വേടനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ BJPക്ക് മനസ്സിലായി ഞങ്ങളുടെ കളി ഇനി നടക്കില്ല, ഇനി നേരിട്ട് ഇറങ്ങണം. ഈ പറയുന്ന ആട്ടിൻതോലിട്ട ചെന്നായി എന്നൊക്കെ പറയത്തില്ലേ, രണ്ടാടിനെ തമ്മി കൂട്ടിമുട്ടിച്ച് ഇടിച്ചിട്ട് അതിൻ്റെ ചോര നക്കി കുടിക്കാനിരിക്കുന്ന ചെന്നായി, അതായിരുന്നു BJP. പക്ഷേ UDFനും LDFനും സത്യം മനസ്സിലായപ്പോൾ അവർ വേടനെ ചേർത്ത് നിർത്തിയപ്പോൾ ഈ പറയുന്ന ചെന്നായിക്ക് രംഗത്തേക്ക് വരേണ്ടി വന്നു. കാരണം ആടിന് രണ്ടുപേർക്കും മനസ്സിലായി ഇത് ആരാണ് ഈ ചോര കുടിക്കാനിരിക്കുന്നത്, ഞങ്ങളെ വെച്ചുകൊണ്ട് ആരാണ് കാശുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ വെച്ചുകൊണ്ട് ആരാണ് പേരെടുക്കാൻ നോക്കുന്നത്. അത് മനസ്സിലായപ്പോൾ ചെന്നായി തന്നെ പുറത്തേക്ക് വരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇത് ചെന്നായി ഒന്നുമല്ല, വെറും തെരുവ് നായ്ക്കളാണ്. അപ്പോൾ അവരാണ് മുന്നിലേക്ക് വന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ കളം പിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനുശേഷം വേടൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ വീഡിയോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് കണ്ടു നോക്കിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വരാം.
കാണാൻ പറ്റുന്ന ഒരു കൾച്ചറിന്റെ വളർച്ച കൂടിയാണല്ലോ സത്യം. ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് പുതിയൊരു മ്യൂസിക് ആണല്ലോ. അത് അത് ജനകീയമാക്കാൻ ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സാധനം മാത്രമാണ്. അത് ഹാപ്പിയാണ് ഞാൻ അതിൽ. ഇപ്പോൾ വേടനെ പോലെ വരികൾ എഴുതാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരോട് വേടൻ എന്താ പറയാനുള്ളത്? അയ്യോ, വായിക്കാൻ തന്നെ പറയുള്ളൂ. വായിക്കാൻ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്നതും ഒക്കെ നിൽക്കട്ടെ, നിങ്ങളുടെ ഭാവിനെ ജോലിയൊക്കെ കിട്ടി നിങ്ങൾ നന്നായി വരട്ടെ, അതൊക്കെ വേറെ ഇരിക്കട്ടെ. വായിക്കുക നല്ലോണം, കയ്യിൽ കിട്ടുന്ന കുഞ്ഞു പുസ്തകങ്ങളൊക്കെ വായിക്കുക, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കാണുക, അതൊക്കെ തന്നെ. കവിതകളൊക്കെ കുറേ കേൾക്കുക. ഈ മലയാളം കവിതകളൊക്കെ, പഴയ ഗസൽസ്, അതൊക്കെ നമ്മളെ വാക്കുകളെ ചിട്ടപ്പെടുത്തി എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അത് തന്നെ വായിക്കുക നല്ലോണം. അങ്ങനെ മനിതൻ എന്നൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചില വരികൾ. അത് മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ മനിതൻ അതിനൊരു താളാത്മകമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാരണം ഞാൻ തമിഴ് വാക്കുകൾ പരമാവധി അഡോപ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. അങ്ങനെ വാക്കുകൾ എടുക്കുക എന്നുള്ളതാണ്, അല്ല എഴുതുന്ന മലയാളത്തിൽ തന്നെയാണ്. ആണ്. ഇപ്പോൾ വാ പാട്ടിനകത്തൊക്കെ ഞാനത് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. 6ലും മരിപ്പതുണ്ട്, 100ലും മരിപ്പതുണ്ട് എന്നൊക്കെ. അതൊക്കെ അത് തമിഴിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ആണ്. തമിഴ് ഭയങ്കര താളാത്മകമായിട്ടുള്ളൊരു ഭാഷയായിരുന്നു. അത് മലയാളമായിട്ട് ഭയങ്കര സിമിലാരിറ്റിയാണ്. അപ്പോൾ അത് തന്നെ മലയാളികൾക്കും തമിഴന്മാർക്കും അത് വേഗം മനസ്സിലാവും. അങ്ങനെ ഒരു ഉപകാരമുള്ള കാര്യം ജീവിച്ചു പോകണം. തമിഴ് കണക്ഷൻ എനിക്ക് അറിയാം. അമ്മ തമിഴാണ്, പുള്ളിക്കാരി തമിഴാണ് സംസാരിക്കുക വീട്ടില്. സൗത്ത് ഇന്ത്യൻ, സൗത്ത് തമിഴ്നാട് തമിഴാണ്. എന്താണ് പറയുക, തിരുനെൽവേലി, രാംനാട് പോലെയുള്ള അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് തമിഴാണ് പുള്ളിക്കാരി സംസാരിക്കുക. പിന്നെ വീട്ടിലെപ്പോഴും KTV തന്നെയുള്ളൂ. അത് ചില സമയത്ത് പോലീസുകാർ ഫ്ലോറിലുള്ളപ്പോൾ ഇത് പാടേണ്ടവര്. അതാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി. കണ്ടില്ലേ, ഇതിൽ വേടൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ റാപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളൊരു വഴി എന്താണെന്നുള്ളത് വേടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേടൻ ഈ പറയുന്ന കാര്യങ്ങളിൽ, അതായത് എല്ലാവരും സ്കൂളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ, സ്കൂളിലെ ബുക്കുകൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കവിതകൾ കേൾക്കണം. അതോടൊപ്പം തന്നെ ഈ ഓരോരുത്തർ എഴുതിയിട്ടുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള ബുക്കുകൾ വായിക്കണം. ചെറിയ എന്ത് പുസ്തകം കിട്ടിയാലും വായിക്കണം. അതോടൊപ്പം തന്നെ ഈ കവിതകൾ കേൾക്കുക. പിന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നേരിട്ട് കണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വേടൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് വേടൻ ഈ പറയുന്ന രംഗത്തേക്ക് വന്നതെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേടൻ മുന്നിലേക്ക് കണ്ടതെന്നും അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ വേടൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളിലുമെല്ലാം വേടൻ കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമയിൽ, ടൊവിനോ നായകനായിട്ടുള്ള നരിവേട്ട എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഗാനം വേടൻ ആലപിക്കുന്നതിന് അതിന് വേടൻ എവിടുന്നാണ് ആ വേടൻ വരികൾ കണ്ടെത്തിയതെന്നും അതേപോലെ തന്നെ ആ വേടൻ ആ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിക്കുമ്പോഴും വേടൻ പാടുന്ന ഒരു വരിയുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. നരിവേട്ട ഭയങ്കര മാനസിക സംഘർഷത്തിലുള്ളപ്പോഴാണ് ആ പാട്ട് ഞാൻ എഴുതുന്നത്. ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പാട്ട്, ചേട്ടൻ എനിക്കിപ്പോൾ വയ്യ, പിന്നെ നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നിന്ന് പിന്നെ എന്താ വെച്ചാൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 3 ദിവസം സമയം ചോദിച്ചു. 2 ദിവസം കൊണ്ട് ഒരു ഏകദേശം ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ ജയ്ക്ക് ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ ഈ ജയ്ക്ക് ചേട്ടൻ അനുരാജ് ചേട്ടനൊക്കെ കൂടി ഇരുന്ന് ഒരു 3-4 മണിക്കൂർ അവിടെ ഇരുന്ന് കുറേയൊക്കെ അവിടെ തന്നെ എഴുതി ആഡ് ചെയ്ത് അങ്ങനെയാണ് ആ പാട്ട് ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത പാട്ടാണ്, പാട്ടാണ്. അതില് വേടന്റെ ഫേവറേറ്റ് പോർഷൻ ഏതായിരിക്കും? വനമകളൊരു തീ നിന്റെ മാറു തുളഞ്ഞല്ലോ, മലയും തകർന്ന് പെരുങ്കാട് കരഞ്ഞല്ലോ, മലയിൽ ഉരുവെടുക്കും അരുവിരണ നിറഞ്ഞ് അറുകമ്പു കരിഞ്ഞല്ലോ, പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചോരെല്ലാം മാര്, ഇന്ന് ചത്ത് നീതിക്കൊപ്പം നേര് കുരുതിക്ക് കൂട്ട് നിന്നവര് ആര്? മരക്കിളയെ വനക്കിളിയെ മനിതനരമരത്തിൻ മനമില്ലയേ, മരക്കിളയെ വനക്കിളിയെ മനിതനരമരത്തിൻ മനമില്ലയേ. ഇനി മോണലോവാ. നീ ചിരിച്ചാൽ ബീത്തോവനോ, നിന്നെ പെറ്റതേത് മഹാനോ, ഞാൻ നാഗസാക്കി ഹിരോഷിമ, നീ എന്നിൽ വന്ന് വീഴാമോ, എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാം, നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. മോനലോവേ മോഹലാവയെ എന്റെ നാളെയേ പ്രേമലീലയെ, മോനലോവയെ മോഹലാവയെ എന്റെ നാളെയേ പ്രേമലീലയെ. വാ, ഈ നോർത്ത് കൊറിയ ലിബിയ എന്തടി എഴുതി വെച്ചേക്കണ വേണം. അത് ഞാൻ എന്താണെന്നറിയോ, എനിക്കിങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രേമപ്പാട്ടും കൂടി ആയിരിക്കണം എന്നുള്ളൊരു സാധനം. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് ശരിക്കും ഗൂസ് ബംസ്. അപ്പോൾ എനിക്ക് അതങ്ങനെ എന്താണാവോ ഞാൻ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളത് എന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. അതെവിടുന്ന വന്നേ ഓർക്കുന്നുണ്ട്? എപ്പോഴാണ് എഴുതി വെച്ചത്? അയ്യോ, അത് ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, വേടൻ അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മോണലോവ എന്ന് പറയുന്ന ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള പാട്ടിനെ പറ്റിയും അതേപോലെ നരിവേട്ടയിലെ ഈ പറയുന്ന വേട വാട എന്നുള്ള പാട്ടിനെ പറ്റിയും വേടൻ പാടുന്നുണ്ട്. ആ പാട്ടിൽ ഒരു മ്യൂസിക് പോലും ഒരു ഈണം പോലും ഇല്ലെങ്കിലും ആ ശബ്ദത്തിന് എന്ത് രസമാണല്ലേ കേൾക്കാനായിട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എന്തോ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതീക്ഷയും അതേപോലെ തന്നെ എന്തോ ഒരു വല്ലാത്ത ഫീൽ ഉണ്ടാക്കി തരാൻ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സാധിച്ചു. സത്യമല്ലേ അത്?
അപ്പോൾ അങ്ങനെയുള്ളൊരു വേടനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും, ഞാൻ കൂടുതലും വേടനെ പറ്റി വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സ്നേഹത്തോടെയും അല്ലാതെ പിണങ്ങിയൊക്കെ ചോദിക്കാറുണ്ട്, എപ്പോഴും നിനക്ക് വേടൻ മാത്രമേ ഉള്ളൂ, വേടനെ വെച്ചുകൊണ്ട് മാത്രം എങ്ങനെയാണ് നീ വീഡിയോ ചെയ്തു പോകുന്നത്? അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, എന്നും വേടനെ വെച്ച് വീഡിയോ ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കൊള്ളരുതായ്മകൾ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻറ്റൻഷനോട് കൂടി ചില ആളുകൾ വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ തോന്നുക? പ്രതികരിക്കുന്ന രണ്ട് രീതി നമുക്ക് പ്രതികരിക്കാം. ഒന്ന്, നമുക്ക് അല്ലാതെ പോയിട്ട് ഈ പറയുന്ന ആളുകളുടെ അടുത്ത് പറയാം. രണ്ട്, കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് അവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം, അല്ലേ? അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ. വേടൻ കണ്ടുപിടിച്ചതും അതേ രീതി തന്നെയാണ്. അവിടെ നടന്നത് നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകളാണ്. അവൻ അനുഭവിച്ചതും മറ്റുള്ളവർ അനുഭവിക്കുന്നതുമായിട്ടുള്ള കൊള്ളരുതായ്മകൾ അവൻ കണ്ടപ്പോൾ അത് പ്രതികരിക്കാനായിട്ടൊരു 4 പേര് കൂടി ഇരുന്നാൽ അത് അവിടെ തീരുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് അതിന് വേടൻ കണ്ടെത്തിയൊരു വഴിയാണ് ഈ പറയുന്ന റാപ്പ് എന്ന് പറയുന്ന കലാരൂപം. അത് റാപ്പായിട്ടാണ് വേടൻ തുടങ്ങിയതെങ്കിലും വേടൻ ഇപ്പോഴും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയോ, വേടൻ എന്ന് പറയുന്ന വ്യക്തി, വാട്ട് അബൌട്ട് വേടൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ വേടൻ ഒരു പോയട്രി അല്ലെങ്കിൽ ഒരു കവി എന്നുള്ള രീതിയിലേക്കാണ് ആ വേടൻ വരുന്നത്. ഒരു പൊയറ്റാണ് വേടൻ. നമ്മളെപ്പോഴും പറയാറുണ്ട് വേടൻ എഴുതുന്നത് റാപ്പല്ല, കവിതകളാണെന്നുള്ളത്. അത് മനുഷ്യൻ്റെ മണ്ണിൻ്റെ മണമുള്ള, മനുഷ്യൻ്റെ ചോരയുടെ മണമുള്ള, മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ മണമുള്ള, മനുഷ്യൻ്റെ അടിമത്തത്തിൻ്റെ പ്രതീകമായിട്ടുള്ള, അടിമത്തം എന്താണെന്ന് വരച്ചു കാണിക്കുന്ന അങ്ങനെയുള്ള കവിതകളാണ് വേടൻ ആലപിക്കുന്നത് അല്ലെങ്കിൽ വേടൻ എഴുതുന്നത്. അങ്ങനെ ഒരു ബുക്ക് വായിച്ചതുകൊണ്ട് മാത്രം ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബുക്ക് വായിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കാരണം നമ്മളെല്ലാവരും ജീവിതത്തിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുന്ന, അല്ലെ നമ്മുടെ ജീവിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴാണ്? നമ്മളെ അവഗണിക്കാനായിട്ടൊരു ആൾ വരുമ്പോഴാണ്, അല്ലേ? എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ജീവിതത്തിൽ നമ്മൾ ഉയർച്ചയിലേക്ക് പോകും? ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് തഴഞ്ഞിടാൻ ശ്രമിക്കുമ്പോഴല്ലേ അവർക്ക് മുൻപിലൊന്ന് കൂടുതൽ ശക്തി ആർജിച്ച് എണീറ്റ് നിൽക്കാനായിട്ട് നമുക്ക് ധൈര്യം വരിക. അപ്പോൾ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന, അല്ലെ നമ്മളെ കുറ്റം പറയുന്ന ആളുകൾ എപ്പോഴും നമുക്ക് ശരിക്കും അങ്ങനെ ഒരാളൂടെ വേണം നമ്മുടെ ലൈഫിൽ. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും വേണം. കാരണം ഈ നായിൻ്റെ മക്കളുടെയൊക്കെ മുന്നിൽ ഒന്ന് ഒരിക്കലെങ്കിലും ജയിച്ച് കാണിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, ഞാനും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ വേടനും ആഗ്രഹിച്ചു, അത് വേടൻ ജയിച്ച് കാണിക്കുക തന്നെ ചെയ്തു. പക്ഷേ വേടൻ ആഗ്രഹിച്ചത് വേടൻ മാത്രം അവിടെ ഫേമസ് ആവണം, അല്ലെങ്കിൽ വേടൻ മാത്രം അവിടെ വിജയിക്കണമെന്നല്ല. ആ സമൂഹത്തിലുള്ള ആളുകൾ ഈ പറയുന്ന കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കേരളക്കാരെ മുഴുവനും അറിയണം. അവർക്കൊരു ഉന്നതി വേണം, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ച വേണം, ജീവിതത്തിന് എന്തെങ്കിലും പ്രാധാന്യം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരെയും കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് വേടൻ നിലകൊണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത് വേടൻ ഒന്നുമില്ലാത്തവൻ്റെയും അടിമയാക്കപ്പെട്ടവൻ്റെയും പ്രതിനിധിയാണെന്നുള്ളത്. അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നതും. അതിൽ അവതാരം ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്. വേടൻ്റെ ചില വാക്കുകൾ ഡിക്ഷണറിയിൽ കയറിയിട്ടുള്ള വാക്കുകളാണ്. ഇതൊക്കെ വേടൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ വേടൻ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാം പല മ്യൂസിഷ്യൻസും മറ്റാരും അറിയാത്ത രീതിയിൽ ഓരോ മ്യൂസിക് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ ഈ തമിഴിൽ നിന്നോ ഹിന്ദിയിൽ നിന്നോ അല്ലെങ്കിൽ കന്നഡയിൽ നിന്നോ ഒക്കെയും ചില മ്യൂസിക് ഇങ്ങോട്ട് അടിച്ചു മാറ്റി, ഗോപിസുന്ദറിൻ്റെ ചില വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചു മാറ്റി എടുത്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ആവിഷ്കരിച്ച് പുതിയൊരു മ്യൂസിക്കാക്കി ഇറക്കും. അപ്പോൾ അത് അവർ പുറത്ത് പറയാറില്ല, ഞങ്ങൾ ഉണ്ടാക്കിയ മ്യൂസിക്കാണെന്ന് പറയാറുള്ളൂ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മിടുക്കന്മാരുള്ളത് കൊണ്ട് ഉമ്മാർ ഇതിൻ്റെ എല്ലാ രീതിയും പരിശോധിച്ചിട്ട് അതേ മ്യൂസിക് എവിടെയെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് അത് റീലാക്കി പോസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും അറിയും ഉമ്മാർ കോപ്പി അടിച്ച ആളുകളാണ്. അതുകൊണ്ട് ഗോപി സുന്ദറിന് കോപ്പി സുന്ദർ എന്നൊക്കെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ അതുപോലെ തന്നെ വേടനും ഇതേപോലെ കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് വേടൻ തന്നെ പറയുന്നുണ്ട്. അത് തമിഴിൽ നിന്ന് AR റഹ്മാൻ്റെ പാട്ട് കേട്ടിട്ട് അദ്ദേഹം ആ ഒരു ഈണം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയ്ക്ക് കൊടുത്തു എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതിപ്പോഴാണ് ആദ്യമായിട്ടൊന്നും എല്ലാവരും അറിയുന്നത്. ആ ഒരു കവിതകളിൽ അതേ രീതിയിൽ തന്നെ വേടൻ അഡോപ്റ്റ് ചെയ്തതെന്നല്ല, അതിൽ ചില രീതിയിലുള്ള പോർഷൻസൊക്കെ, ചില ഭാഗങ്ങളൊക്കെ വേടൻ എടുത്തിട്ട് അത് വേടൻ്റെ കവിതകളിൽ വേടൻ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്താലും നമുക്ക് എന്ത് പ്രശ്നമാണ്, അല്ലേ? നല്ലതിന് വേണ്ടി, നല്ലൊരു കാര്യത്തിന് വേണ്ടി ആ ഒരു ഇൻറ്റൻഷനോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്താലും അതിനെ അംഗീകരിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ വേടൻ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. വേടൻ്റെ ചില വാക്കുകളുണ്ട്, അത് നമ്മുടെ ഡിക്ഷണറി കയറി തന്നെ പറയാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായ, അല്ലെ നമ്മൾ സംസാരത്തിലും പറയാൻ തുടങ്ങിയിട്ടുണ്ടോ ഈ വാക്ക് എവിടെ നിന്ന് വന്നത്? ഞാൻ കുറെ തമിഴിൽ നിന്നൊക്കെ അഡപ്റ്റ് ചെയ്യും. അപ്പൊ അത് ഭയങ്കര ഇത് മറ്റേ ഡീകോഡിങ് വേറെയാണ്. വാ എന്ന് പറഞ്ഞ പാട്ടിനകത്താണ് ഞാൻ അത് 2 പ്രാവശ്യം ഉപയോഗിച്ചാണെന്ന് തോന്നണം. പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെയോടി, പാതകൾ തെളിച്ച് നീതി തേടി കാറ്റ് പോലെയോടി, വീതികൾ എരിച്ച് കട ജ്യോതിയായി പടർന്ന് കയറി. അതിനകത്ത് പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെയോടി, അത്ര തന്നെ. അത് ഞാനൊരു ഏറമൻ്റെ ഒരു പാട്ടിൽ നിന്ന് കോപ്പി അടിച്ചാണ്. കോപ്പി അടിച്ച പാട്ട് ഏതാണ്? അതേതാണെന്ന് അറിയും?
ഉയരേ പാട്ടിൽ ഉയരേ അതിനകത്ത് ഫീമെയിൽ വേഴ്സണിൽ ഇങ്ങനെ ഒരു നാൻ കരും പാറൈ പല താണ്ടി വേറാക വന്നേൻ കണ്ണാളൻ മുഖം പാർക്കവേ ആ സാധനമാണ് ഞാൻ പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെ ഓടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മലയാളത്തിലേക്ക് മാറ്റി റാപ്പാക്കി ആണ്. അതിനകത്ത് തന്നെ വേറൊരു സാധനമുണ്ട്, വേട്ടയാട് വിളയാട് എന്ന് പറഞ്ഞിട്ട് പടത്തിനകത്ത് ഡാനിയൽ ബാലാജി ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്. ഇവർ 2 സൈക്കോ ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ഇവര് ഒരു ക്രൈം ചെയ്തിട്ട് ഇങ്ങനെ എസ്കേപ്പ് അടിച്ച് കിടക്കുക. അപ്പൊ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു സീനുണ്ട്. അതിനകത്ത് ഡാനിയൽ ബാലാജി സുഹൃത്തിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വിഴുന്താ എരി നക്ഷത്ര മാതാ വീണ ഇളമരൻ അട്ടങ്കനാ കാട്ടു തീയാത്ത ആട്ടങ്ങണോ വിഴുന്തി ഇടത്തേക്ക് ഒരു 100 വർഷത്തേക്ക് പുള്ളു പൂണ്ടു കൂടെ മുളക്കി കൂടാது വിഴുന്താ എരി നക്ഷത്ര മാതാ വീണം. ആ സാധനമാണ് വീണാൽ എരി നക്ഷത്രമായി വീണിടാം അടങ്ങിയാൽ കാട്ടു തീയായി അടങ്ങിടാന്ന് പറഞ്ഞത്. അത് കോപ്പി അടിച്ചെന്ന് വേണമെങ്കിൽ കോപ്പി അടിച്ചെന്ന് പറയാം. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഡയലോഗ് അത് പാട്ടാക്കിയതാണ് ചെയ്തത്. അപ്പൊ ഈ 2 സാധനങ്ങൾ ഞാൻ എടുത്താക്കണത് ഇങ്ങനെ സിനിമയിൽ നിന്ന് കിട്ടിയേക്കണ സാധനങ്ങൾ അത് എന്റെ ഒരു സ്റ്റൈലില് ആക്കി. വിയർപ്പ് തുന്നിയിട്ട കുപ്പായ എപ്പോ എവിടുന്ന് എങ്ങനെ എന്ത് വായിച്ചപ്പോ എന്ത് മനസ്സിലായി? അതെന്തോ വായിച്ചു കിട്ടി തന്നെയായിരിക്കും എനിക്ക്. അതെനിക്ക് ഉറപ്പുണ്ട്. അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അല്ലേ. ആ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചിരുത്തിയിട്ട് അവൻ അനുഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഒന്നും ചോദിക്കാതെ അവനെ ഒരു കലാകാരനായി മാത്രം കണ്ടുകൊണ്ട് ആ കലാകാരൻ എവിടുന്നാണ് ഈ കലയ്ക്കുള്ള വരികൾ കിട്ടുന്നതെന്നും ഈ പറയുന്ന ഉള്ളിലെ തീ എവിടുന്നാണ് ഉണ്ടാവുന്നതെന്നും എല്ലാം ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയം ചോദിക്കുന്നില്ല, വേടൻ അനുഭവിച്ച കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നില്ല, ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ആ വേടൻ മുന്നിലേക്ക് വെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വേടൻ ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളെപ്പറ്റി മാത്രമാണ് അവതാരകൻ ചോദിക്കുന്നത്. ഈ അവതാരകന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് ഒക്കെയാണ് വേണ്ടത്. അല്ലാതെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കഞ്ചാവിന് പിടിച്ചതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് മൈക്ക് നീട്ടി പിടിച്ച് മുന്നിൽ പോയിരിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ വല്ലാത്ത പുച്ഛം മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം, അത്ര മാത്രമേ ഉള്ളൂ അവർ ചെയ്യുന്നത്. ആ വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ഇരുത്തി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോട് തന്നെ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാർ പറയും വേടൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യക്തിയാണല്ലോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ അമ്മയോടൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്കൊന്നും വേടനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്നുള്ളത് മാത്രമേ അവർക്കെല്ലാം അറിയാമായിരുന്നുള്ളൂ. പിന്നീട് വേടൻ്റെ പല ഇൻ്റർവ്യൂസും അവർ കണ്ടതിന് ശേഷം ഞാൻ അടുത്ത തവണ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ വേടനോട് എന്താണ് അമ്മയ്ക്ക് അഭിപ്രായം എന്ന്. വേടൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യക്തിയാണ്, അങ്ങനെയുള്ളൊരു മോനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എല്ലാവരും ഹേറ്ററായിരുന്നു. പക്ഷേ ആ വേടനോട് അവർക്കൊരു ഇഷ്ടം തോന്നിയത് എന്തിനു വേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നത് എന്നുള്ളത് അവർക്കും മനസ്സിലായപ്പോഴാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ എന്തിനു വേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നതെന്ന് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ വേടൻ സംസാരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കേൾക്കാൻ പോലും തയ്യാറാവാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അത് മാത്രം ചെവിയിലും മനസ്സിലും വെച്ചുകൊണ്ട് വിദ്വേഷ പരാമർശം നടത്താൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ് കൂടുതലും. അതേസമയം വേടൻ്റെ വരികളിൽ എന്താണ് വേടൻ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് മനസ്സിലാക്കാനായിട്ട് ഇവരുടെ ഉള്ളിലെ ഒരു എന്താ പറയുക, ആ ഉള്ളിലെ ഒരു ചിന്താഗതി സമ്മതിക്കുന്നില്ല. കാരണം ഈ വേടൻ ഈഗോ അത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം. അത് വേടനെ പറ്റി ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അവനെ അംഗീകരിക്കേണ്ടി വരുമല്ലോ. താഴ്ന്ന ഒരു ജാതിയിൽപ്പെട്ടവനെ എന്തിന് ഞാൻ അംഗീകരിക്കണം, അവനെ എന്തിന് ഞാൻ വാനോളം പുകഴ്ത്തണം എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. അപ്പോൾ വേടൻ്റെ വരികൾ കുറ്റം പറയുന്ന ആളുകളൊക്കെ എനിക്ക് തോന്നി ഇപ്പോൾ വേടൻ്റെ പാട്ടുകളൊക്കെ ഒന്ന് കേട്ട് കാണും, അല്ലെങ്കിൽ വേടൻ്റെ ജീവിത സാഹചര്യങ്ങളെ പറ്റി മനസ്സിലാക്കി കാണും. അതുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്. ചെയ്തത് തെറ്റായി പോയാൽ ഇനി എന്തെങ്കിലും പോയി മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം കൂടി പിടിച്ച് എയറിൽ കയറ്റുമല്ലോ അറിയാവുന്നത് കൊണ്ടും ഇപ്പോൾ എയറിൽ നിന്നൊന്ന് താഴേക്ക് പതിയെ വന്നിരിക്കുന്നത് കൊണ്ടും ഇനി മുകളിലേക്ക് പോകാൻ വയ്യാത്തത് കൊണ്ടും ഒക്കെ ആയിരിക്കും മിണ്ടാതിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനൊരു ഇൻ്റർവ്യൂ എടുക്കാൻ കാണിച്ചൊരു മനസ്സിന്, അല്ലെങ്കിൽ അതിൽ പോയി അറ്റൻഡ് ചെയ്യാൻ വേടൻ കാണിച്ചൊരു മനസ്സിന് എത്ര പറഞ്ഞാലും നമുക്കതിന് മതിയാവില്ല. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് വേടൻ. ആ വ്യക്തിത്വത്തിനെ വേണ്ട രീതിയിൽ വില കൊടുത്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയത്, ആ ഒരു ഇൻ്റർവ്യൂ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതിൽ മാത്രമാണ്. പിന്നെ മുൻപുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതൊക്കെ ചോദിച്ചിട്ട് അതിൽ പൂർണ്ണമായിട്ട് രാഷ്ട്രീയമാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടെന്നൊന്നും ചോദിക്കുന്നില്ല. വേടൻ്റെ കവിതകൾ എവിടുന്ന് വന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അവിടെ വേടൻ ഒരു നാണവുമില്ലാതെ വേടൻ പറയുന്നുണ്ട്, ഞാൻ കോപ്പി അടിച്ചുണ്ടാക്കിയ കവിത തന്നെയാണ്, എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ ആ തമിഴിൽ നിന്ന് എടുത്തിട്ട് മലയാളത്തിലേക്ക് മാറ്റിയെടുത്തു എന്ന് മാത്രമാണെന്ന് വേടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വേടൻ എന്ത് ചെയ്താലും അത് സമൂഹത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനും അവരനുഭവിക്കുന്ന കാര്യങ്ങൾ മാറ്റാനും വേണ്ടിയിട്ടാണെന്നുള്ളത് ഓർക്കുമ്പോൾ ആ വേടനെ അംഗീകരിക്കാനല്ലാതെ നമ്മൾ പിന്നെ ആരെയാണ് അംഗീകരിക്കേണ്ടത്? അങ്ങനെയുള്ളൊരു വേടനെ ഇനിയും അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിൽ വിഷമം തോന്നുന്ന, അതിൽ ആവർത്തന വിരസത തോന്നുന്ന ആളുകളൊക്കെ കുറച്ചൊന്ന് പുറകിലേക്ക് മാറി നിൽക്കുക. വേടനെ സ്നേഹിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇനിയും വേടനെ അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിന് നീയൊക്കെ എത്രയൊക്കെ കാരണങ്ങൾ കണ്ടെത്തിയാലും എത്രയൊക്കെ അവസരങ്ങൾ കണ്ടെത്തിയാലും അത് മാറാനോട്ട് പോകുന്നുമില്ല, മാറത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്.